ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായിട്ട് നല്ല പണിയായിരുന്നു. വിചാരിച്ച പോലെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഏകദേശം നമ്മുടെ ഈ കുട്ടി ഏവിയറിയുടെ ടെറസ് ഏവിയറിയുടെ പ്ലാനെല്ലാം കംപ്ലീറ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം പണിയൊക്കെ തീർത്തു. തറയൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തില്ല, പകുതി ചെയ്തതാ. ഈ പകുതി ഭാഗം ഇനി ഇവിടെ കുറച്ചും കൂടെ ഉണ്ട്. രാത്രിയൊക്കെ നിന്ന് ചെയ്തുകൊണ്ട് അത്ര ഭാഗമേ ചെയ്യാൻ പറ്റില്ല. പിന്നെയും കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും കൂടെ ഉണ്ട് ബാക്കി. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ കോഴിക്കൂട് അവിടെ ഒരു സൈഡിൽ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് മണ്ണ് കയറ്റി, കപ്പിയും കയറി വെച്ച് കുറച്ച് മണ്ണൊക്കെ കയറ്റി. പകുതി പെയിൻറ്റിങ് കഴിഞ്ഞു. പിന്നെ നമ്മളൊരു പാർട്ടീഷൻ പോലെ ചെയ്തത്, ആ പണിയാണ് ഇപ്പോൾ തീർത്തത്. അത്യാവശ്യം കയ്യിൽ നിന്ന് കുറച്ച് പൈസ ആയി. മര്യാദയ്ക്ക് അന്ന് ഈ പണി ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അപ്പം തോന്നിയില്ല. പിന്നെ ഈ ഐഡിയ തോന്നി, ചെയ്താൽ കൊള്ളാം. അപ്പോൾ നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ ഇടാമല്ലോ. കാരണം അവരെ ഓപ്പൺ ആക്കിയിട്ട് ശരിയാവത്തില്ല. പക്ഷേ ഇപ്പം നമ്മുടെ കുഞ്ഞന്മാരെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ജാവേനെയും ഫിഞ്ചസിനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അവന്മാർ ഈ പാർട്ടീഷൻ്റെ അകത്ത് തൽക്കാലം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് ഇതിൻ്റെ അകത്ത് ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിടാം. പക്ഷേ ഈ മുകൾ ഭാഗമൊക്കെ കുറച്ച് ഗ്യാപ്പ് അവിടെ വരാം. ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, നമുക്കത് നോക്കാനും പറ്റില്ല, അത്ര ഹൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതിൽ ഈ കുഞ്ഞൻ ബേഡ്സിനെയൊക്കെ കൊണ്ടിട്ടാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. ഇനി അതിൻ്റെ ഇടയിൽ അങ്ങനെ കയറിയിരുന്ന് ചത്തുപോകുമോ. കുറച്ച് വലിയ ബേഡ്സൊക്കെയാണ് ഇപ്പുറത്ത് തുറന്നിട്ടാൽ കുഴപ്പമില്ല, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ എനിക്കിപ്പം തോന്നിയതെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഈ പാർട്ട് വരെ, ഏകദേശം ഈ പാർട്ട് വരെ, പാർട്ടീഷൻ വരെ, ഒരു അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ, ഈ കെട്ട് വരെ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫിഞ്ചസുകളെ മാത്രം ഇതിൻ്റെ അകത്തിട്ടാലോ എന്നുണ്ട്. അവർക്ക് അത്യാവശ്യം വലിയൊരു ഏരിയ കിട്ടുകയും ചെയ്യും. മറ്റ് ജാവ അവരോടെ കിടന്നിട്ട് കുഴപ്പമില്ല. പക്ഷെ അവന്മാരത്തെ കൊത്തുന്നുണ്ട്. അവന്മാർ ഈ കുഞ്ഞൻ ബേഡ്സിനായിട്ട് ഈ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ബാക്കി ഈ കെട്ട് തൊട്ട് അങ്ങറ്റം വരെ ആഫ്രിക്കൻ ലവ് ബേഡ്സും മറ്റ് ബേഡ്സിനൊക്കെ ഇടാം. അവർക്ക് അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് അത്ര പെർഫെക്ഷനൊന്നും നോക്കണ്ട. നമ്മൾ കുറച്ച് 1 ഇഞ്ച് പൈപ്പ് വെച്ചിട്ട് പിന്നെ നെറ്റ് വാങ്ങിച്ചിട്ട്, ഈ നെറ്റ് വാങ്ങിച്ചതൊക്കെ ഇച്ചിരി പൈസ നമ്മൾ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പോത്തങ്കോട് ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. എന്താ SPSയോ അങ്ങനെ എന്തോ ഒരു, നമ്മൾ പോത്തങ്കോട് വളവിൻ്റെ അവിടെ ഇരിക്കുന്ന ഒരു കട. പക്ഷേ അവരാദ്യം 1 മീറ്റർ 240 എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ വാങ്ങിച്ചു. 15 മീറ്ററും പിന്നെ എക്സ്ട്രാ വേറെ സെപ്പറേറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ നമുക്ക് തികയാതെ വന്നപ്പോൾ നമ്മൾ രണ്ടാമത് പോയി വാങ്ങിച്ചപ്പോൾ സെയിം നെറ്റ് അപ്പോൾ വന്നതേ ഉള്ളായിരുന്നു തോന്നുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് അവർ ടൈപ്പ് ചെയ്തിരുന്ന് മാറ്റിയിട്ടില്ലായിരുന്നു, ആ പ്രിൻ്റ് ചെയ്ത സാധനമേ, എമൗണ്ട്. അവസാനം നമ്മൾ അത് കണ്ടപ്പോഴത്തേക്ക് അത് വെറും 140 ഉള്ളായിരുന്നു. നമുക്ക് രണ്ടാമത് പോയി വാങ്ങിച്ചപ്പോൾ 140 തന്നത് ആക്ച്വലി. അപ്പോൾ നമ്മൾ 240 മീറ്റർ വെച്ച് ഏകദേശം 20 മീറ്റർ അടുപ്പിച്ച് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ എന്തോരം പൈസ നമുക്ക് അവർ സത്യത്തിൽ ലാഭമല്ല, കൊള്ള ലാഭമാണ് അവരുണ്ടാക്കിയത്. ഇങ്ങനെ പറ്റിക്കരുത്. ഒരു 10-20 എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചാലും നമുക്കത് തെറ്റ് പറയാമല്ലോ. ഇതിന് 120 രൂപയോളം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അന്നാണെങ്കിൽ നമുക്ക് വേറെ കടകളൊന്നും ഇവിടെ അടുത്തില്ല. നമ്മളൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം എന്തായാലും പണി കംപ്ലീറ്റ് ആയി. പക്ഷേ ഭയങ്കര പെർഫെക്റ്റൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. 2 കൊളുത്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൊളുത്ത് തുറന്ന് നമുക്ക് അകത്തോട്ട് കയറാം. അവരുടെ പഴയ കൂട് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് തൽക്കാലം. ഫുഡും വെള്ളമൊക്കെ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അല്ലാതെയും സെപ്പറേറ്റ് ഇവിടെ ഒരു ഫുഡ് പാത്രവും വെള്ളവും വെച്ചിട്ടുണ്ട്. ഞാനകത്ത് കയറുകൊണ്ട് എല്ലാവരും ഓരോ സ്ഥലത്ത് മൂലയിൽ പോയിരിക്കുന്നു. പിന്നെ തൽക്കാലം ഇവിടെ അടുത്ത് നമുക്ക് കിട്ടുന്ന കമ്പ് മറ്റേ വട്ടത്താമര മരമാണല്ലേ, ഇന്ന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇലയാണ്, ആ മരത്തിൻ്റെ കമ്പാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഫിഞ്ച് അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തോ. ഹലോ, ഇരിക്കട്ടെ. ഇല്ല ഞാൻ വെറുതെ ഞാനില്ല, ഒന്നും ചെയ്തില്ല, പേടിച്ചു പോയത്. ഇവരെങ്ങനെ അകത്ത് വന്നു നോക്കുന്നത്. അങ്ങനെ അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവന്മാരെപ്പോഴും ആ വൈറ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല.
അത് പാവമല്ലേ, ഒറ്റയ്ക്ക് കിടക്കയില്ലെന്ന് വിചാരിച്ചാണ് ഇവന്മാരെ വാങ്ങിച്ചപ്പോൾ കൂടെ ആ വൈറ്റിനെ വാങ്ങിച്ചത്. അവനാണെങ്കിൽ ഒടുക്കത്തടി എല്ലാമത്തേനും പോയി ഉപദ്രവിക്കും. ഭയങ്കര ഭയങ്കര ഉപദ്രവകാരി, ഭയങ്കര തമ്മിത്തല്ലേ. ആ ബ്ലാക്ക് ജാവയിൽ ഒരെണ്ണത്തിന് കൊല്ലുകയും ചെയ്തവൻ, അടിയോടി അതിങ്ങനെ പോയി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഇവരെ തൊഴിൽ. അതാണ് ഞാൻ ആലോചിച്ച്, ഫിഞ്ചസുകൾക്കൊരു സെപ്പറേഷൻ കൊടുത്താൽ നല്ലതായിരിക്കും. അവരെയും പോയി ചുമ്മാ തോണ്ടുന്നുണ്ട്. ഇനി വൈറ്റ് കളറിൽ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണോ എന്തോ. എന്തായാലും കുറച്ചെണ്ണം കൂടെ വാങ്ങിക്കണം. ഞാൻ വിചാരിക്കുക ഈ ഭാഗമാണ് വിചാരിക്കുന്നത്, ഈ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് നമ്മുടെ കുഞ്ഞന്മാരെ ഇടാം. കുഞ്ഞന്മാർക്കിത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഞാൻ ഇങ്ങേ അറ്റത്തിൽ നിന്ന് നോക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു ഭാഗം, ഈ ചെറിയ ഗ്യാപ്പ് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഫിഞ്ചസിന് വേണ്ടിയിട്ട് ഒരു ഏരിയ കൊടുക്കാം. അവരും ഹാപ്പി ആയിരിക്കും, വലിയ ബേഡ്സിനെ കണ്ട് പേടിക്കുകയും വേണ്ട എന്നൊരു തോട്ട്. ഇതുവരെ ഞാനത് ഇവിടെ അവതരിപ്പിച്ചില്ല. എന്നെ ഓട്ടിക്കുന്നതിനൊക്കെ എപ്പോഴപ്പോഴായിട്ട് ഓരോന്നും തോന്നുന്നതെന്നും പറഞ്ഞ്. ഇപ്പോഴും യൂണിഫോമൊക്കെ ഇവിടെ തന്നെ ഉണക്കിടുന്നത്. ഇനി ഇവിടെ എല്ലാം റെഡിയാക്കി ഇതിൻ്റെ അകത്തും കൂടെ ബേഡ്സിനെ തുറന്ന് വിട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ തുണി വിരിപ്പൊന്നും ഇവിടെ നടക്കില്ലേ. മഴ സമയത്ത് വളരെ ആശ്വാസമായിരുന്നു ഇത്. പിന്നെന്താ, അങ്ങനെ പോകുന്നു. ബാക്കി പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അടുത്തൊരു അപ്ഡേഷൻ കൊടുക്കാം. ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുപ്പും നടക്കില്ല. ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്ത് അപ്പോഴപ്പോഴേ സമയം കിട്ടുമ്പോൾ രാത്രിയൊക്കെ വന്നായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ കംപ്ലീറ്റ് തീർത്ത് ബാക്കി സ്റ്റാൻഡുകളൊക്കെ റെഡിയാക്കി വെച്ച് കുറേശ്ശെ ഗ്രോ ബാഗിലൊക്കെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, പുതിയ അപ്ഡേറ്റൊക്കെ വരുമ്പോൾ അത് ഞാൻ വീഡിയോ ആക്കി ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ബൈ.